വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ചു വീഴുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനും പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പോലും പ്രയാസമാകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വീണ്ടും ഭർത്തൃ വീട്ടിൽ മരിച്ച പെൺകുട്ടിയുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തു വിശ്വസിച്ച് നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കും എന്ന് തന്നെയാണ് മാതാപിതാക്കൾ ചോദിക്കുന്നത്. യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഴിഞ്ഞത്താണ് ഈ സംഭവം നടക്കുന്നത്. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി പറയാം. കേന്ദ്രത്തിന് സമീപം പൊടിയണി വിള വീട്ടിൽ അഭിലാഷിൻ്റെ ഭാര്യയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിഘ്നേശ്വരി എന്നാണ് പെൺകുട്ടിയുടെ പേര്. വെറും 27 വയസ്സ് മാത്രമായിരുന്നു വിഘ്നേശ്വരിയുടെ പ്രായം. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇവരുടെ ആത്മഹത്യകൾ ഇങ്ങനെ കൂടി വരികയാണ് എന്ന് പറയുന്നത്. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജൻ കലാദമ്പതികളുടെ മകളാണ് വിഘ്നേശ്വരി. ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും എന്തായിരുന്നു വിഘ്നേശ്വരിക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രമുണ്ടായിരുന്ന പ്രശ്നമെന്നും തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി തന്നെ അയൽവക്കക്കാരും ഇപ്പോൾ വിഘ്നേശ്വരിയുടെ ഫോൺ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കുമ്പോഴും മനസ്സിലാകുന്നു. ഇനി കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി മൊഴി ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ പറയുകയുള്ളൂ. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാനും പറ്റുകയുള്ളൂ. കൂടുതൽ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാക്കിനെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ വളരെ ഭയാനകത്തോടെ തന്നെയാണ് നോക്കുന്നത്. തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരിയെല്ലാം തന്നെ വിവാഹം കഴിക്കുന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരം വാർത്തകൾ, അതും ഭർത്തൃ വീട്ടിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത്. അവർക്കവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. സന്ധ്യയ്ക്കെത്തുമ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നുവെന്നാണ് ഭർതൃപിതാവ് ചന്ദ്രൻ പറയുന്നത്. ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിൻ്റെ ജനൽ ഗ്ലാസ് തകർത്ത് നോക്കിയപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ തന്നെ വിഘ്നേശ്വരിയെ കണ്ടെത്തിയത്. ജനൽ ഗ്ലാസ് തകർത്ത് നോക്കിയപ്പോൾ മൃതദേഹം കാണുകയും എല്ലാവരും അത് കണ്ട് ഞെട്ടുകയുമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ ആകെ നെട്ടോട്ടം ഓടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിഘ്നേശ്വരിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.